സ്നേഹപിതാവായ ദൈവമേ, കർത്താവേ, ഞങ്ങൾ ഈ ശുശ്രൂഷ ഞങ്ങളുടെ കാര്യങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷ വിവിധ ഇലക്ട്രോണിക് മാധ്യമങ്ങളുടെ കാണുകയും കേൾക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യുന്നവരിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മശക്തി കടന്നു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവികമായ ജ്ഞാനവും വിവേകവും നൽകി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജെറുസലേം ദേവാലയത്തിൻ്റെ നിർമ്മാണം പ്രവൃത്തികൾ പൂർത്തിയായി. ബലിയർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ദൈവദൂതൻ കടന്നു വന്ന് സോളമനോട് ചോദിച്ചു, എന്ത് വരമാണ് വേണ്ടത്? സോളമൻ ഇപ്രകാരം മറുപടി നൽകി, ദൈവമേ, ജ്ഞാനം നൽകി അനുഗ്രഹിക്കണമേ, വിവേകം നൽകി അനുഗ്രഹിക്കണമേ. എണ്ണിയാൽ തീരാത്ത ഈ വലിയ ജനതയെ നയിക്കുവാനുള്ള ജ്ഞാനം നൽകണമേ, വിവേകം നൽകണമേ. ദൈവദൂതൻ ഇങ്ങനെ മറുപടി നൽകി. സാധാരണയായി രാജാക്കന്മാർ ചോദിക്കുന്ന ശത്രു നിഗ്രഹം, രഥങ്ങൾ, കുതിരകൾ, സ്വർണം, വെള്ളി, രാജ്യത്തിൻ്റെ അതിർത്തികളുടെ വിസ്തൃതി, ഇതൊന്നും ചോദിക്കാതെ ജ്ഞാനം ചോദിച്ചു, വിവേകം ചോദിച്ചുകൊണ്ട് ജ്ഞാനം നൽകി അനുഗ്രഹിക്കുന്നു, വിവേകം നൽകി അനുഗ്രഹിക്കുന്നു. ചോദിക്കാത്ത സാധാരണ ഈ ഭൂമിയിലെ രാജാക്കന്മാർ ചോദിക്കുന്ന മറ്റ് കാര്യങ്ങൾ, സ്വർണം, വെള്ളി, ശത്രുസംഹാരം, രാജ്യത്തിൻ്റെ അതിർത്തികളുടെ വിസ്തൃതികൾ, കുതിര, രഥങ്ങൾ, രത്നങ്ങൾ, ഇതെല്ലാം ഭൗതികമായ സമ്പത്തെല്ലാം നൽകി സോളമനെ അനുഗ്രഹിച്ചു. സോളമൻ ലോകം കണ്ട ഏറ്റവും വലിയ ജ്ഞാനിയായിത്തീർന്നു. ജ്ഞാനത്തിൻ്റെ പുസ്തകം, ഉത്തമഗീതം, സുഭാഷിതം പോലുള്ള പുസ്തകരചന നടത്തുവാൻ സോളമനെ സാധിച്ചു. അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നനായി സോളമൻ മാറി. ദൈവമേ, ഈ പ്രോഗ്രാം കാണുകയും കേൾക്കുകയും ചെയ്യുന്ന മുഴുവൻ ആളുകൾക്കും ദൈവികമായ ജ്ഞാനം നൽകി വിവേകം നൽകി അനുഗ്രഹിക്കണമെന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമുക്ക് ചിന്തയ്ക്ക് ആധാരമായിട്ട് മാർക്കോസിൻ്റെ സുവിശേഷത്തിൽ 9-ാമത്തെ അധ്യായത്തിൽ 14 മുതൽ 29 വരെയുള്ള തിരുവചനങ്ങളിലൂടെ നമുക്ക് കടന്നു പോകാനായിട്ട് ശ്രമിക്കാം. മാർക്കോസിൻ്റെ സുവിശേഷം 9-ാമത്തെ അധ്യായത്തിൽ 14 മുതൽ 29 വരെയുള്ള തിരുവചനങ്ങളിലൂടെ നമുക്ക് കടന്നു പോകാം. വിഷയം ഇങ്ങനെയാണ്. അതിൻ്റെ തുടങ്ങുന്നത് തന്നെ പിശാച് ബാധിച്ച ബാലനെ സുഖപ്പെടുത്തുന്നു. പിശാച് ബാധിച്ച ബാലനെ സുഖപ്പെടുത്തുന്നു. സ്വാഭാവികമായിട്ടും നമുക്ക് ഒരു ചിന്ത കടന്നു വരും, പിശാച് നമ്മുടെ മേത്ത് ബാധിക്കുമോ, അല്ലെങ്കിൽ എന്താണ് പിശാച്? തൃശ്ശൂർ ജില്ലയിലെ മുക്കാട്ടുകര എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു വീട് വിൽപ്പനയ്ക്കായി വെച്ചിരിക്കുന്നു. എൻ്റെ സ്നേഹിതൻ വീടുകൾ നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞൊരു വീട് നമുക്ക് കാണാൻ പോകണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ബ്രോക്കർമാരുടെ കൂടെ പോയി വീടിനെ കാണാൻ പോയി. അപ്പോൾ പോകുന്ന സമയത്ത് തന്നെ അവിടെ ഏകദേശം അന്വേഷിച്ച സമയത്ത് അവിടെ ഏകദേശം 1 സെൻറ്റ് സ്ഥലത്തിന് 6 ലക്ഷം രൂപയോളം വിലയുണ്ട് എന്ന് അറിയാൻ കഴിയും. 20 സെൻറ്റ് സ്ഥലം, അതിലൊരു 3000 സ്ക്വയർ ഫീറ്റ് വീട്. അപ്പോൾ 20 സെൻറ്റ് സ്ഥലത്തിന് 6 ലക്ഷം രൂപയാണ് 1,20,00,000 രൂപ വില വരും. 3000 സ്ക്വയർ ഫീറ്റ് വീടിന് ഒരു 1500 വെച്ച് അതിന് വില കണക്കാക്കുകയാണെങ്കിൽ 45 ലക്ഷം രൂപ വരും. എന്ന് പറഞ്ഞൊരു 1.5 കോടി രൂപയെങ്കിലും വിലയുള്ള വീട് ബ്രോക്കർ വന്നിട്ട് പറഞ്ഞു 50 ലക്ഷം രൂപയ്ക്ക് കിട്ടുന്നു. അപ്പോൾ ഇത് വല്ല തട്ടിപ്പാണോ എന്നാണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ചിന്ത. എന്തായാലും വീട് കാണാൻ പോയി. വീട് കാണാൻ പോയ സമയത്ത് കാറിൽ നിന്ന് ഇറങ്ങിയ വഴിക്ക് തന്നെ തൊട്ടടുത്തുള്ള വീട്ടുകാരൻ എനിക്ക് പരിചയമുള്ള ഒരാളായിരുന്നു. ധ്യാനങ്ങൾക്കൊക്കെ വന്നിട്ട് എന്നെ പരിചയം ചോദിച്ചു, ബ്രദർ എന്താ ഇവിടെ വന്നിരിക്കുക? ഞാൻ പറഞ്ഞു, ഈ വീട് വിൽക്കാണ്ടെന്ന് പറഞ്ഞിട്ട് എൻ്റെ സ്നേഹിതന് വേണ്ടി കാണാൻ വന്നതെന്ന് പറഞ്ഞു. ആ വീട് മേടിക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ആ വീട്ടിൽ 3 പേര്, ഒരു കുടുംബത്തിലെ ഭാര്യ, ഭർത്താവ്, ഒരു കുഞ്ഞ്. ആ കുഞ്ഞിനെ കൊന്നതിന് ശേഷം ബാക്കി 2 പേരും കൂടെ ആത്മഹത്യ ചെയ്തു. അല്ലെങ്കിൽ 3 ദുർമരണം നടന്നിട്ടുള്ള വീടാണ്. അതുകൊണ്ട് ആരും ആ വീട് മേടിക്കില്ല. ബ്രദർ ആവശ്യമില്ലാത്ത പണിക്ക് പോകണ്ട എന്നൊരു ഉപദേശം എനിക്ക് തരികയും ചെയ്തു. ഞാൻ ബ്രോക്കറോട് പറഞ്ഞു, നിങ്ങൾ എന്തൊരു പണിയാണ് കാണിച്ചേ? നിങ്ങൾ ഈ ദുർമരണം നടന്ന ആർക്കും വേണ്ടാത്ത വീട് കാണിക്കാനാണ് എൻ്റെ സമയം നഷ്ടപ്പെടുത്തിയത്. ഉടനെ ബ്രോക്കർ പറഞ്ഞ വാക്ക് എന്നെ ചിന്തിപ്പിച്ചു. അല്ല സാർ ഇതിലൊക്കെ വിശ്വസിക്കണ്ടോ? ഞാൻ പറഞ്ഞു, മനുഷ്യനായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് പേടിയില്ല. ഞാൻ പറഞ്ഞു, എനിക്ക് താമസിക്കാനല്ല, നമ്മൾ പേടിച്ച് വിറച്ചു പോയി എന്നുള്ള ഒരു ചിന്ത വരരുതല്ലോ. ഉള്ളിൽ പേടിയൊക്കെ തോന്നിയെന്നെങ്കിലും നമ്മൾ വളരെ ഭംഗിയായിട്ട് അഭിനയിച്ചു. പക്ഷെ പിന്നീട് ഞാൻ വന്ന് ചിന്തിച്ച സമയത്ത് ആൾക്കാരോട് ഒരു ചോദ്യ രൂപത്തിൽ ചോദിച്ചു, ഇങ്ങനൊരു വീട് 1.5 കോടി രൂപ വില കിട്ടാൻ സാധ്യതയുള്ളൊരു വീട് 50 ലക്ഷം രൂപയ്ക്ക് കിട്ടുന്നു, ദുർമരണം നടന്ന വീടാണ്, നിങ്ങൾ വാങ്ങുമോ എന്നായിരുന്നു ചോദ്യം. അതിന് എല്ലാവരും പറഞ്ഞ
ഒരു മറുപടി, സാറേ പ്രേതമുള്ള വീട് ആരെങ്കിലും താമസിക്കാൻ മേടിക്കുമെന്നാണ്. അപ്പോൾ അതെൻ്റെ ഉള്ളിൽ വലിയ ആശയക്കുഴപ്പം വീണ്ടും ഉണ്ടാക്കി. കാരണം ഈ പ്രേതം എന്ന് പറയുമ്പോൾ ജനം എന്ത് മനസ്സിലാക്കി എന്നുള്ളതാണ് ഒരു വിഷയം. നമ്മുടെ ഈ ഇവിടെ ടൈറ്റ് തുടങ്ങുന്നത് പിശാച് ബാധിച്ച ബാലനെ സുഖപ്പെടുത്തുന്നു എന്ന് പറഞ്ഞതാണ്. അപ്പോൾ ഇവിടെ പ്രേതം കയറിയ വീട് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഈ ഇത് പറഞ്ഞ സഹോദരനോട് പറഞ്ഞു, മലയാളത്തിൽ ശബ്ദതാരാവലി എന്നൊരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ മലയാളത്തിലുള്ള ഒരുവിധ എല്ലാ വാക്കുകളുടെ അർത്ഥങ്ങളുടെ പുസ്തകമാണ് ശബ്ദതാരാവലി. ഇതിൽ ശബ്ദതാരാവലിയിൽ പ്രേതം എന്ന വാക്കിന് അർത്ഥം കൊടുത്തിരിക്കുന്നത് മരിച്ചുപോയ വ്യക്തിയുടെ ശരീരത്തെയാണ് പ്രേതമെന്ന് പറയുന്നത്, മലയാളം ഗ്രാമർ അനുസരിച്ച്. അപ്പോൾ മരിച്ചുപോയ ഒരു വ്യക്തിയുടെ ശരീരം നമുക്കറിയാം, ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ നേരത്തോട് നേരം കഴിയുമ്പോൾ അല്ലെങ്കിൽ 24 മണിക്കൂർ കഴിയുമ്പോൾ ശരീരം ദ്രവിക്കാനായിട്ട് തുടങ്ങും. 48 മണിക്കൂർ കഴിയുമ്പോൾ ചീഞ്ഞ മണം വരാൻ തുടങ്ങും. ഒരു 72 മണിക്കൂറാകുമ്പോൾ മുൻപ് അടക്കം ചെയ്തില്ലെങ്കിൽ, സാധാരണ ഇതിന് ഇപ്പോഴത്തെ അത് മൊബൈൽ മോർച്ചറിയും ഫ്രീസറും ഒന്നും ഇല്ലാത്ത സാധാരണ സംഭവങ്ങളാണ് പറയുന്നത്. ഇങ്ങനെ ഒരു സംഭവത്തിലൂടെ കടന്നു പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ അത് കുഴിച്ചിടും. അപ്പോൾ ഈ ഒരു മരിച്ചുപോയുടെ വ്യക്തിയുടെ ശരീരത്തെയാണ് പ്രേതമെന്ന് വിളിക്കുന്നെങ്കിൽ ആ പ്രേതം നിങ്ങളെ ഉപദ്രവിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ അതിന് പലർക്കും മറുപടിയില്ല. അപ്പോൾ ജനം പ്രേതം എന്ന് പറയുമ്പോൾ വേറെ എന്താണ് മനസ്സിലാക്കിയിരിക്കുന്നത്. ഞാൻ ഒരു ഉദാഹരണം കൂടെ പറയാം. ബസ് ഇടിച്ചിട്ടോ ഏതെങ്കിലും തരത്തിൽ ആക്സിഡൻറ്റ് പറ്റിക്കഴിയുമ്പോൾ അങ്ങനെയുള്ള ആത്മഹത്യ കൊലപാതകമൊന്നും അല്ലാണ്ട് തന്നെ മെഡിക്കൽ കോളേജിൽ സാധാരണ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ കൊണ്ടുപോകും. ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഏതെങ്കിലും വായിക്കാനിടയായി കഴിഞ്ഞാൽ പോലീസുകാരുടെ ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എഴുതുന്നൊരു ഭാഷാശൈലിയുണ്ട്. പ്രേതം കിടന്നത് റോഡിൻ്റെ വലത്ത് സൈഡിലായിരുന്നു. റോഡിൻ്റെ മധ്യഭാഗത്തു നിന്ന് 7 മീറ്റർ മാറിയാണ് കിടന്നിട്ടുണ്ടായിരുന്നത്. പ്രേതത്തിന്മേൽ വലത് കൈയുടെ മുട്ടിന് താഴെ പരിക്കുണ്ട്, നെറ്റിയിൽ പരിക്കുണ്ട്, മുഖത്ത് പരിക്കുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെയാണ് വരിക. അപ്പോൾ ഈ പ്രേതം 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 എന്നുള്ള വാക്കാണ് ആവർത്തിക്കുന്നത്. അപ്പോൾ പ്രേതം എന്ന് പോയാൽ മരിച്ചുപോയാളുടെ ശരീരത്തെയാണ് പ്രേതം എന്ന് പറയുന്നത്. ആ മരിച്ചുപോയ ശരീരം ഒരാളെ ഉപദ്രവിക്കുമോ? ഇല്ല. അത് മണ്ണിൽ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ അത് മണ്ണായിത്തീരും. അപ്പോൾ പിന്നെ പ്രേതം എന്ന് പറയുന്നത് ശരിയാണോ? ഉടനെ ഇത് പറഞ്ഞ വഴിക്ക് അവർ തിരിച്ചു വെച്ചു, അപ്പോൾ എന്നാൽ ഭൂതമാവെന്ന് പറഞ്ഞു. പ്രേതം അല്ലെങ്കിൽ ഭൂതമാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഭൂതത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ തിരിച്ചു ഇവിടെ വെച്ചു, നിങ്ങൾ പിശാച് എന്ന് പറഞ്ഞാൽ എന്താണ് മനസ്സിലാക്കിയിരുന്നത്? അപ്പോൾ പല ആളുകളും ഈ ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ പറഞ്ഞ മറുപടി, ദുർമരണപ്പെട്ട ആളുകൾ കൊലപാതകത്തിലൂടെയോ ആത്മഹത്യയിലൂടെയോ ഒക്കെ മരണപ്പെട്ട ആളുകളുടെ ആത്മാവാണ് പിശാചായി മാറുന്നതെന്നാണ് പിന്നെ കിട്ടിയ പലരുടെയും ചോദ്യങ്ങൾക്ക് കിട്ടിയ മറുപടി. മരിച്ചുപോയ ആളുടെ ശരീരം മണ്ണിലേക്ക് പോകുന്നു, എന്നാൽ അവരുടെ ആത്മാവ് പിശാചായി മാറുന്നു. അവരെ കൊന്നവരോട് പ്രതികാരം ചെയ്യുവാനായിട്ട് പ്രതികാരദാഹിയായി നടക്കുന്നു. അതിനെയാണ് പിശാച് എന്ന് വിളിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ പിശാചിനെ കുറിച്ചിട്ടുള്ള അറിവില്ല, ആത്മാവിനെ കുറിച്ചിട്ടുള്ള അറിവില്ല, അല്ലെങ്കിൽ തിന്മയുടെ ശക്തികളെക്കുറിച്ചിട്ടുള്ള അജ്ഞത നമ്മളെ ഭരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ അവരോട് പറഞ്ഞു, നമുക്ക് പ്രാഥമിക കാരണങ്ങളെക്കുറിച്ചിട്ടുള്ള ഒരു അറിവുണ്ടാവണം. ദൈവം മാലാഖമാരെ സൃഷ്ടിച്ചു. വീണുപോയ മാലാഖമാരാണ് പിശാചുക്കളായി മാറിയത്. ദൈവം മാലാഖമാരെ സൃഷ്ടിച്ചു. വീണുപോയ മാലാഖമാരാണ് പിശാചുക്കളായി മാറിയത്. അതുകൊണ്ട് തന്നെ പിശാച് എന്ന് പറയുന്ന സമയത്ത് വീണുപോയ മാലാഖമാരാണെന്ന് മനസ്സിലാക്കണം. നമ്മൾ ബൈബിളിലൂടെ കടന്നു പോകുന്ന സമയത്ത് 6 ചിറകുള്ള മാലാഖമാരായ സെറാഫുകളെക്കുറിച്ച് കേൾക്കുന്നു. 4 ചിറകുള്ള മാലാഖമാരായ കെരൂബുകളെക്കുറിച്ച് കേൾക്കുന്നു. സെറാഫുകളും കെരൂബുകളും ഉൾപ്പെടെയുള്ള ആളുകളെക്കുറിച്ച് നമ്മൾ കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നു. ദൈവകൽപ്പനകൾ അനുസരിക്കാതെ ദൈവഹിതത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുകയും വീണുപോയ മാലാഖമാരെയാണ് നമ്മൾ പിശാചുക്കൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പിശാച് ബാധിച്ച ബാലൻ എന്ന് ബൈബിളിൽ പറയുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദൈവകൽപ്പന ലംഘിച്ച് ദൈവികമായ നിയോഗങ്ങൾക്ക് എതിരായി പ്രവർത്തിക്കുകയും മാലാഖമാരെ തന്നെ ഒരു കൂട്ടം മാലാഖമാർ, ദൈവം സൃഷ്ടിച്ച മാലാഖമാരിൽ 1/3 വഴിതെറ്റിച്ച ലൂസിഫറും ലൂസിഫറിൻ്റെ ശിഷ്യഗണത്തിൽപ്പെട്ട ആളുകളാണ് പിശാച് എന്ന് പറയുന്നത്. ആ പിശാച് ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യരെ
വഴിതെറ്റുകയും ദൈവകൽപ്പനയ്ക്ക് വിരുദ്ധമായി പാപം പ്രവൃത്തികൾ ചെയ്ത് നിത്യനരകത്തിന് അർഹനാക്കാനുള്ള തന്ത്രങ്ങളുമായിട്ട് അവൻ നടക്കുന്നു. അപ്പോൾ അവൻ്റെ പിടിയിൽ അകപ്പെട്ട ഒരാളെക്കുറിച്ചാണ് ഇവിടെ വായിക്കുന്നത്. പിശാച് ബാധിച്ച ബാലനെ സുഖപ്പെടുത്തുന്നു. അതുകൊണ്ട് ഈ ഒരു കാഴ്ചപ്പാടിൽ വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഏതെങ്കിലും വണ്ടി ഇടിച്ചിട്ടോ കൊലപാതകത്തിലോ വിഷം കുടിച്ചതോ ആത്മഹത്യ ചെയ്ത വ്യക്തിയുടെ ആത്മാവല്ല പിശാച്, അല്ലെങ്കിൽ ദുർമരണപ്പെട്ട ആളുടെ ആത്മാവല്ല പിശാച്, പ്രതികാരദാഹിയായിട്ട് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരു വ്യക്തിയുടെ ആത്മാവല്ല പിശാച്. ദൈവം സൃഷ്ടിച്ച മാലാഖമാരിൽ ദൈവകൽപ്പന ലംഘിച്ച് അതിനെതിരായി പ്രവർത്തിക്കുന്ന വീണുപോയ മാലാഖമാരുടെ സംഘത്തെയാണ് പിശാച് എന്ന് ബൈബിൾ വിവക്ഷിക്കുന്നത്. ക്രിസ്തീയ വിശ്വാസത്തിൽ നിൽക്കുന്ന ആളുകൾ അതുകൊണ്ട് തന്നെ ഈ അടിസ്ഥാനത്തിൽ നിലനിൽക്കണം. മുൻപ് ഒണീഡ എന്ന് പറഞ്ഞിട്ടൊരു TV കമ്പനി ഇന്ത്യയിൽ പ്രവർത്തിച്ചിരുന്നു. ഇതിൻ്റെ പരസ്യങ്ങൾ ഓർക്കുന്ന ആരെങ്കിലും ഉണ്ട്? പഴയ തലമുറയിലുള്ള ആളുകൾ ഒരു 15 കൊല്ലം മുൻപൊക്കെ പത്രങ്ങളിൽ ശ്രദ്ധിച്ചിട്ടുള്ള ഒരാളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. ഒരു ട്രയാങ്കിൾ ഷേപ്പുള്ള തല, അതിൻ്റെ മുകളിൽ 2 കൊമ്പ്, ഒരു വാല്, ആ വാലിൻ്റെ അറ്റത്തൊരു ട്രയാങ്കിൾ ഷേപ്പിലുള്ളൊരു ചിഹ്നം. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അവസാനം ഒരു ടൈറ്റിൽ, ഇംഗ്ലീഷ് പരസ്യമായിരുന്നു അത് വന്നിരുന്നത്, മലയാളത്തിലുണ്ടായിരുന്നു. അതിങ്ങനെയാണ്: നെയ്ബേഴ്സ് എൻവി ഓണേഴ്സ് പ്രൈഡ്. അല്ലെങ്കിൽ അയലക്കാർക്കുള്ള ആളുകൾക്ക് കുശുമ്പ് കുത്താൻ ഒരു കാരണം, ഉടമകൾക്ക് അഹങ്കരിക്കാനുള്ള ഒരു മാർഗം. അപ്പോൾ അഹങ്കാരം അല്ലെങ്കിൽ ഈ കുശുമ്പ് എന്നൊക്കെ പറയുന്നത് പിശാചിൻ്റെ പ്രവൃത്തികളുടെ പ്രതിഫലനമാണ്. ഒണിഡ TV ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് ലഭിക്കുമെന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ പലപ്പോഴും പിശാചിനെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് ആളുകൾ, ഒണിഡ TVയുടെ പരസ്യം കണ്ടിട്ടുള്ള ആളുകൾ പിശാചിനെ കണ്ടിട്ടുണ്ടോ എന്ന് പറയുന്ന കുട്ടികളുടെ കാലം ഉണ്ടായിരുന്നു പണ്ട്. ഇപ്പോൾ ആ കമ്പനിയും ഇല്ല, അതുകൊണ്ട് തന്നെ ആ പരസ്യവും ഇല്ല. എന്തായാലും വീണുപോയ മാലാഖമാരാണ് പിശാച്. അതുകൊണ്ട് തന്നെ പിശാച് ബാധിച്ച ഒരു ബാലനെ യേശുവിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുന്നു. നമ്മൾ സുവിശേഷം വായിക്കുന്ന സമയത്ത് മാർക്കോസിൻ്റെ സുവിശേഷത്തിൽ 9-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു: അവർ ശിഷ്യന്മാരുടെ അടുത്തെത്തിയപ്പോൾ വലിയൊരു ജനക്കൂട്ടം അവരുടെ ചുറ്റും കൂടിയിരിക്കുന്ന നിയമജ്ഞർ അവരോട് തർക്കിച്ചു കൊണ്ടിരിക്കുന്നതും കണ്ടു. യേശു ഒരു സ്ഥലത്തേക്ക് കടന്നു വരുന്നു, സുവിശേഷ വേലയുമായിട്ട് കടന്നു വരുന്ന സമയത്ത് അവിടെ നിയമജ്ഞരും യേശുവിൻ്റെ ശിഷ്യന്മാരും തമ്മിൽ വലിയ തർക്കത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവനെ കണ്ട ഉടനെ ജനക്കൂട്ടം മുഴുവൻ വിസ്മയഭരിതരെ ഓടിക്കൂടി അവനെ അഭിവാദനം ചെയ്തു. യേശുവിനെ കണ്ട വഴിക്ക് സ്വാഭാവികമായിട്ടും യേശുവിനെ അഭിവാദനങ്ങൾ അർപ്പിക്കുന്നു. അപ്പോൾ യേശു അവരോട് ചോദിക്കുകയാണ്, അവരോട് ചോദിച്ചു, നിങ്ങൾ എന്താണ് അവരുമായി തർക്കിക്കുന്നത്? എന്താണ് ഇവിടെ തർക്കം നടക്കുന്നത്? വലിയ തർക്കം നടക്കണം, എന്താണ് തർക്കം എന്ന് ചോദിക്കുന്നത്. ജനക്കൂട്ടത്തിൽ അവൻ മറുപടി പറഞ്ഞു, ഗുരു, ഞാൻ എൻ്റെ മകനെ അങ്ങയുടെ അടുത്ത് കൊണ്ടുവന്നു. മൂകനായ ഒരു ആത്മാവ് അവനെ ആവേശിച്ചിരിക്കുന്നു. അതെവിടെ വെച്ച് അവനെ പിടികൂടിയാലും അവനെ നിലംപതിപ്പിക്കുന്നു. അപ്പോൾ അവൻ പല്ല് കടിക്കുകയും നുരയും പതയും പുറപ്പെടുവിക്കുകയും മരവിച്ചു പോവുകയും ചെയ്യുന്നു. അതിനെ ബഹിഷ്കരിക്കാൻ അങ്ങയുടെ ശിഷ്യന്മാരോട് ഞാൻ അപേക്ഷിച്ചു, അവർക്ക് കഴിഞ്ഞില്ല. അപ്പോൾ വലിയൊരു പ്രതിസന്ധി പറയാണ്. മൂകനും ബധിരനുമായ ആത്മാവ് ബാധിച്ച, അല്ലെങ്കിൽ പിശാചിൻ്റേതായ തന്ത്രങ്ങളിൽപ്പെട്ട മൂകനും ബധിരനുമായ ആത്മാവ് ബാധിച്ച ഒരു മകനെ യേശുവിൻ്റെ അടുത്ത് കൊണ്ടുവന്നു. യേശു അവിടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ശിഷ്യന്മാരോട് പറഞ്ഞു. ശിഷ്യന്മാർ ഇതിനെ പുറത്താക്കാനായിട്ട് ശ്രമിച്ചു, അവർക്കത് സാധിച്ചില്ല. ഇപ്പോൾ ഇവിടെ പറയാണ്, ഈ ആത്മാവ് ബാധിച്ചപ്പോൾ ഈ വ്യക്തിക്ക് സംഭവിച്ച ചില കാര്യങ്ങളാണ്. ഒന്ന്, ഈ ആത്മാവ് കടന്നു വന്ന സമയത്ത്, അല്ലെങ്കിൽ പൈശാചിക ബാധ വന്നപ്പോൾ മൂകനായി മാറി. 2, ഈ പിശാച് സ്ഥിരമായിട്ട് അവിടെ നിലനിൽക്കുന്നില്ല, ചില സമയത്ത് വന്ന് ഈ വ്യക്തിയുടെ മേൽ അധിനിവേശം നടത്തുന്നു. അത് കഴിഞ്ഞാൽ ഈ പയ്യൻ വീണു പോകുന്നു. 3, ഈ പിശാച് ബാധ കടന്നു വരുന്ന സമയത്ത് ഇവൻ പല്ല് കടിക്കുന്നു. 4, നുരയും പതയും പുറപ്പെടുവിക്കുന്നു. ഇങ്ങനെ 4 വ്യത്യസ്തമായ സാധാരണഗതിയിലുള്ള ഒരു മനുഷ്യൻ പ്രവർത്തിക്കുന്ന തരത്തിലല്ലാത്ത പ്രവൃത്തി ഈ കുഞ്ഞ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ശിഷ്യന്മാരോട് ഇതിനെ പുറത്താക്കാൻ പറഞ്ഞു. ശിഷ്യന്മാർക്ക് സാധിച്ചില്ല, അവർക്ക് കഴിഞ്ഞില്ല. അവൻ അവരോട് പ്രതിവചിച്ചു, വിശ്വാസമില്ലാത്ത തലമുറയെ, എത്ര നാൾ ഞാൻ നിങ്ങളോട് കൂടെ ആയിരിക്കും? എത്ര നാൾ ഞാൻ നിങ്ങളോട് ക്ഷമിച്ചിരിക്കും? അവനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരൂ. അവർ അവനെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അവനെ കൊണ്ട ഉടനെ ആത്മാവ് കുട്ടിയെ തള്ളിയിട്ടു. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേക പ്രാർത്ഥന നടക്കുമ്പോൾ കൈവച്ച് പ്രാർത്ഥിക്കുന്ന പോലുള്ള കാര്യങ്ങളല്ല പറയുന്നത്. പിശാച് ബാധിച്ച വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത്, പിശാച് ബാധ ഒഴിഞ്ഞു പോകുന്ന സമയത്ത് കുട്ടി താഴെ വീഴുന്നു. അവൻ നിലത്ത് വീണ് ഉരുളുകയും അവൻ്റെ വായിലൂടെ നുരയും പതയും പുറപ്പെടുകയും ചെയ്യുന്നു. വീണ്ടും ചില പ്രവർത്തികൾ പറയുകയാണ്. പിശാച് ബാധിച്ച ഒരു വ്യക്തിക്ക് ബഹിഷ്കരണ പ്രാർത്ഥനകൾ ചൊല്ലുന്ന സമയത്ത് സംഭവിക്കുന്ന നിലത്ത് വീണ്, നേരത്തെ ചില കാര്യങ്ങൾ പറഞ്ഞു. എന്താണ്? നിലം പതിപ്പിക്കുന്നു, പല്ല് കടിക്കുന്നു, നുരയും പതയും പുറപ്പെടുവിക്കുന്നു, മൂകനായി പോകുന്നു. ഇപ്പോൾ പറയുന്നത് എന്താണ്? നിലത്ത് വീണ് ഉരുളുന്നു. മറ്റേ ലഗ്യോൻ ബാധിച്ച വ്യക്തിയുടെ കാര്യം സമയത്ത് വസ്ത്രം ധരിക്കാറില്ല, തീയിൽ ചാടി മരിക്കാൻ നോക്കുന്നു, വെള്ളത്തിൽ ചാടി മരിക്കാൻ നോക്കുന്നു. അങ്ങനെയുള്ള ഒരുപാട് നെഗറ്റീവ് ട്രെയ്റ്റ്സ് കടന്നു വരുന്നുണ്ട്. യേശു അവൻ്റെ പിതാവിനോട് ചോദിച്ചു,
ഇത് തുടങ്ങിയിട്ട് എത്ര കാലമായി? അവൻ പറഞ്ഞു, ശൈശവം മുതൽ. പലപ്പോഴും അത് അവനെ നശിപ്പിക്കാൻ വേണ്ടി തീയിലും വെള്ളത്തിലും വീഴ്ത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെയും പറയുന്നുണ്ട്, തീയിലും വെള്ളത്തിലും ഈ വ്യക്തി വീഴുന്നു. എന്തെങ്കിലും ചെയ്യാൻ നിനക്ക് കഴിയുമെങ്കിൽ ഞങ്ങളുടെ മേൽ കരുണ തോന്നി ഞങ്ങളെ സഹായിക്കണം. അപ്പോൾ യേശുവിനോടൊരു ചോദ്യം ചോദിക്കുകയാണ്, എന്താ, നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ചെയ്യും. യേശുവിനുള്ളൊരു വെല്ലുവിളിയാണ്. യേശു പറഞ്ഞു, കഴിയുമെങ്കിലൊന്നും. യേശുവോടാണ് ചോദിക്കുന്നത്, നിനക്ക് കഴിയുമെങ്കിൽ ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാക്കാൻ കഴിയുമെങ്കിലും. വിശ്വസിക്കുന്നതിന് എല്ലാ കാര്യങ്ങളും സാധിക്കും. യേശു പറയുന്നൊരു കാര്യമുണ്ട്, പിശാചിനെ ബഹിഷ്കരിക്കുന്ന കാര്യമാണ്, വിശ്വസിക്കുന്നതിന് എല്ലാ കാര്യങ്ങളും സാധിക്കും. ഒന്ന്, അപ്പോൾ എന്താണ് വിശ്വസിക്കേണ്ടത്? വീണുപോയ മാലാഖയാണ് പിശാച്. വീണുപോയ മാലാഖയായ പിശാച് ദൈവജനത്തെ ദൈവത്തിൽ നിന്ന് വഴിതെറ്റിക്കാൻ വേണ്ടി എന്തെല്ലാം ചെയ്യാൻ പറ്റുന്നു അത് ചെയ്യുന്നു. മനുഷ്യനെ പാപത്തിന് അടിമയാക്കി മാറ്റി നിത്യ നരകത്തിന് അർഹനാക്കാൻ വേണ്ടി, സ്വർഗം നഷ്ടപ്പെടുത്താൻ വേണ്ടി എന്തെല്ലാം ചെയ്യാൻ സാധിക്കുന്നോ അതെല്ലാം ചെയ്യുന്ന വ്യക്തിയായി മാറുന്നു. അതുകൊണ്ട് കുട്ടിയുടെ പിതാവ് വിളിച്ച് പറഞ്ഞു, ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ അവിശ്വാസം പരിഹരിച്ച് എന്നെ സഹായിക്കണമേ. അപ്പം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു അവിശ്വാസം കടന്നു വന്നിട്ടുണ്ട്. ഈ അവിശ്വാസം പരിഹരിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ജനങ്ങൾ ഓടിക്കൂടുന്നു കണ്ട് യേശു അശുദ്ധാത്മാവിനെ ശകാരിച്ചു. മൂകനും ബധിരനുമായ ആത്മാവെ, നിന്നോട് ഞാൻ ആജ്ഞാപിക്കുന്നു, അവനിൽ നിന്ന് പുറത്തു പോവുക. മൂകനും ബധിരനുമായ ആത്മാവെ, നിന്നോട് ഞാൻ ആജ്ഞാപിക്കുന്നു, അവനിൽ നിന്ന് പുറത്തു പോവുക. പലപ്പോഴും നമ്മൾ ടെലിവിഷനിലൊക്കെ ഈ ബഹിഷ്കരണ ശുശ്രൂഷയൊക്കെ കാണുന്ന സമയത്ത് പലരും പല നാടകീയമായ പല കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കാണാറുണ്ട്. ദൈവത്തിൽ വിശ്വസിക്കുക, വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. യേശു പറയുന്നു, മൂകനും ബധിരനുമായ ആത്മാവെ, നിന്നോട് ഞാൻ ആജ്ഞാപിക്കുന്നു. മൂകനും ബധിരനുമായ ആത്മാവെ, നിന്നോട് ഞാൻ ആജ്ഞാപിക്കുന്നു, അവനിൽ നിന്ന് പുറത്തു പോവുക. മൂകനും ബധിരനുമായ ആത്മാവെ, നിന്നോട് ഞാൻ ആജ്ഞാപിക്കുന്നു, അവനിൽ നിന്ന് പുറത്തു പോവുക. ഇനി ഒരിക്കലും അവനിൽ പ്രവേശിക്കരുത്. ബഹിഷ്കരണ ശുശ്രൂഷ വളരെ ലളിതമാണ്. അത് വളരെ ലളിതമായിട്ട് തന്നെയാണ് യേശു അതിനെ അവതരിക്കുന്നത്. മൂകനും ബധിരനുമായ ആത്മാവ്, നിന്നോട് ഞാൻ ആജ്ഞാപിക്കാം, അവന് പുറത്തു പോകുക. ഇനി ഒരിക്കലും അവനിൽ പ്രവേശിക്കരുത്. അപ്പോൾ അവനെ ശക്തിയായി നിലത്ത് തള്ളിയിടുകയും ഉച്ചത്തിൽ നിലവിളിക്കുകയും ചെയ്തുകൊണ്ട് അത് പുറത്തുപോയി. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ സമയത്ത്, വചനം വെച്ച് പ്രാർത്ഥിച്ച സമയത്ത് ഈ പിശാച് അവനെ വിട്ടുപോയി. ബാലൻ മരിച്ചവനെ പോലെയായി, അവൻ മരിച്ചുപോയി എന്ന് പലരും പറഞ്ഞു. ഈ വ്യക്തി, ഈ പിശാചിനാൽ പിടിക്കപ്പെട്ട ഈ യുവാവ് ബഹിഷ്കരണ ശുശ്രൂഷ കഴിഞ്ഞ സമയത്ത് മരിച്ചവനെ പോലെയായി. യേശു അവനെ കൈക്ക് പിടിച്ച് ഉയർത്തി. അവൻ എഴുന്നേറ്റിരുന്നു. യേശു വീട്ടിലെത്തിയ ശിഷ്യന്മാർ സ്വകാര്യമായി ചോദിച്ചു, എന്തുകൊണ്ടാണ് അതിനെ ബഹിഷ്കരിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാതെ പോയത്? അവൻ പറഞ്ഞു, പ്രാർത്ഥന കൊണ്ടല്ലാതെ മറ്റൊന്നുകൊണ്ടും ഈ വർഗം പുറത്തു പോവുകയില്ല. എന്ന് പറഞ്ഞാൽ, ആർക്കെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള പൈശാചികമായ പീഡകൾ ഉണ്ടെങ്കിൽ ഉപവാസം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും വിശ്വാസം കൊണ്ടും ഒക്കെയാണ് ഇതിനെ ബഹിഷ്കരിക്കുന്നത്. മാത്രമല്ല, യേശു പഠിപ്പിച്ച വചനം വെച്ച്, ഈ വചനത്തിലാണെങ്കിൽ എന്താണ്, മൂകനും ബധിരനുമായ ആത്മാവെ, ഈ വ്യക്തിയിൽ പൈശാചിക ബാധ കടന്നു വന്ന സമയത്ത്, ഒന്ന്, മൂകതയുടെ ആത്മാവ് കടന്നു വന്നു. രണ്ട്, കേൾക്കാൻ പറ്റാത്ത തരത്തിലുള്ള ആത്മാപ്രവർത്തനം തുടങ്ങുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ഈ വ്യക്തിയോടല്ല ആജ്ഞാപിച്ചത്, മൂകനും ബധിരനുമായ ദുഷ്ടാത്മാവിനോട്, പൈശാചിക ആത്മാവിനോട് കൽപ്പിച്ചു, അവനിൽ നിന്ന് പുറത്തു പോകുക, ഇനി ഒരിക്കലും അവനിൽ പ്രവേശിക്കരുത് എന്ന് കൽപ്പിക്കുകയും ചെയ്തു. ആ കൽപ്പന സ്വീകരിച്ചുകൊണ്ട് ഈ പൈശാചിക ശക്തി ആ കുഞ്ഞിനെ വിട്ടുപോവുകയും ആ കുഞ്ഞ് ദൈവിക ജീവനിലേക്ക് കടന്നു വരികയും ചെയ്തു. ഇത് കാണുകയും കേൾക്കുകയും ചെയ്യുന്ന, ഈ പ്രോഗ്രാം കാണുകയും കേൾക്കുകയും ചെയ്യുന്ന മുഴുവൻ ആളുകളെയും ദൈവകരങ്ങളിൽ കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഓ പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവെ, കടന്നു വരണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നാമങ്ങൾക്കും മേലായ നാമം യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ ഞങ്ങൾ കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഏതെങ്കിലും തരത്തിലുള്ള മൂകതയുടെ ആത്മാക്ക് ബാധിച്ച വ്യക്തികളുണ്ടെങ്കിൽ ഈ സമയം ഇത് കാണുകയും കേൾക്കുകയും ചെയ്യുന്ന സമയത്ത് മൂകതയുടെ ആത്മാവ് അവരെ വിട്ടുപോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സംസാരിക്കാൻ, പൈശാചിക പീഡം മൂലം സംസാരിക്കാൻ പറ്റാതെ നിൽക്കുന്ന ഏതെങ്കിലും വ്യക്തികളുണ്ടെങ്കിൽ കർത്താവെ, ബധിരതയുടെ ആത്മാവ് വിട്ടുപോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ക്ഷമിക്കാനും സഹിക്കുവാനും മറക്കുവാനും പൊറുക്കുവാനും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുവാനും പറ്റാത്ത തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പൈശാചിക ബന്ധനത്തിന് അടിമപ്പെട്ട് നിൽക്കുന്ന ആരെങ്കിലും ഇത് കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ, ദൃശ്യമാധ്യമങ്ങളുടെ, ശ്രവ്യമാധ്യമങ്ങളിലൂടെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന മുഴുവൻ ആളുകളെയും ദൈവിക ജീവനിലേക്ക് കൈപിടിച്ചു ഉയർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരെ അലട്ടിക്കൊണ്ടിരിക്കുന്ന പൈശാചികമായ എല്ലാ ബന്ധനങ്ങളെയും യേശുവിൻ്റെ നാമത്തിൽ ശാസിക്കുകയും യേശുവിൻ്റെ നാമത്തിൽ ബന്ധിക്കുകയും യേശുവിൻ്റെ നാമത്തിൽ ബഹിഷ്കരിക്കുകയും യേശുവിൻ്റെ കുരിശിൻ ചുവട്ടിലേക്ക് അട്ടിപ്പായിക്കുകയും ചെയ്യും. ദൈവമേ, ദൈവജനത്തിന് സ്വാതന്ത്ര്യം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ക്രിസ്തു നൽകുന്ന സ്വാതന്ത്ര്യം, കർത്താവെ, ആ സ്വാതന്ത്ര്യത്തിലേക്ക് ദൈവജനത്തെ നയിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദൈവം നൽകുന്ന എല്ലാ അനുഗ്രഹങ്ങളും, ദൈവം നൽകുന്ന എല്ലാ വാഗ്ദാനങ്ങളും, യേശു നൽകുന്ന എല്ലാ വാഗ്ദാനങ്ങളും ഓ പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവിലൂടെ നിറവേറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സഭയിലെ അംഗങ്ങളായ വിശ്വാസികളും യേശുവിനെക്കുറിച്ച് അറിയാത്ത അവിശ്വാസികൾക്കും കർത്താവെ ഒരു മുന്നറിയിപ്പായി
കർത്താവെ ഒരു പ്രബോധനമായും ഒരു പഠനമായും കർത്താവെ വലിയൊരു ദൈവിക അനുഭവമായി മാറട്ടെ എന്ന് യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥനകളെല്ലാം യേശു ക്രിസ്തു വഴി പിതാവായ ദൈവത്തിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ട് പ്രാർത്ഥനയ്ക്ക് പ്രത്യുത്തരം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിന് ഓർത്ത് ദൈവമേ ഞങ്ങൾ അങ്ങയോട് നന്ദി പറയുകയും ചെയ്യുന്നു. ആമേൻ.